നെയ്യാറിൽ നടന്ന KSU സംസ്ഥാന ക്യാമ്പിലെ കൂട്ടത്തല്ലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും KSU സംസ്ഥാന കമ്മിറ്റിക്കാണെന്ന് KPCC നിയോഗിച്ച അന്വേഷണ സമിതി ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. KSU ക്യാമ്പിൽ VD സതീശനെ മാത്രം പങ്കെടുപ്പിച്ചതിൽ പരോക്ഷ വിമർശനവും റിപ്പോർട്ടിലുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ ഭിന്നതയിൽ KSU നേതാക്കൾ കക്ഷി ചേർന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻകാല KSU നേതാക്കളെ പങ്കെടുപ്പിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി. K. സുധാകരൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ ഭിന്നതയിൽ KSU നേതാക്കൾ കക്ഷി ചേരുന്നു. ജില്ലാ സംസ്ഥാന തലത്തിലെ ജംബോ കമ്മിറ്റി സംഘടനയുടെ അടിത്തറ തകർത്തു. സംഘടനയിൽ മാനദണ്ഡങ്ങളില്ലാതെ കടന്നുകൂടിയവരുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. സർക്കാരിനെതിരായ പ്രതിഷേധം ഏറ്റെടുക്കാൻ KSUവിന് കഴിഞ്ഞില്ല. തിരുത്തൽ നടപടികൾക്ക് AICCയെ സമീപിക്കണമെന്നും ശുപാർശയുണ്ട്. അച്ചടക്ക ലംഘനം നടത്തിയ എല്ലാവർക്കുമെതിരെ കർശന നടപടി വേണം. ജില്ലാ സംസ്ഥാന തലത്തിലെ ജംബോ കമ്മിറ്റിയുടെ അടിത്തറ തകർത്തതുകൊണ്ട് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ സൂക്ഷ്മത വേണമെന്നും കോൺഗ്രസ് ഭിന്നതയിൽ KSU പ്രവർത്തകർ കക്ഷി ചേരേണ്ടതില്ല എന്നും വ്യക്തമാക്കി. സംഘടനാ സംവിധാനത്തിൽ സമൂല മാറ്റം വേണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. KSUവിന്റെ സംഘടനാ ചുമതല KPCC ഭാരവാഹികളിൽ ഒരാൾക്ക് നൽകണമെന്ന് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അച്ചടക്ക ലംഘനം നടത്തിയവരെ, സ്ഥാനങ്ങൾ അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരെയും പദവികളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് കർശനമായി തന്നെ പറയുന്നു. അന്വേഷണ സമിതിയുമായി KSU പ്രസിഡന്റായ അലോഷ്യസ് സേവ്യർ സഹകരിച്ചിട്ടില്ല എന്നും സമിതി ക്ഷണിച്ചിട്ടും മൊഴി നൽകാൻ എത്താതിരുന്നത് ധാർഷ്ട്യമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ KSU സംഘടനാ ചുമതലയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. എന്നാൽ KSU കൂട്ടത്തലിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ നേതാക്കൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ ഈ വാർത്ത നിഷേധിച്ചിരുന്നു. പിന്നീട് VD സതീശൻ ഉൾപ്പെടെ അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്കും എത്തി. അതിനുശേഷം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ പ്രശ്നം വളരുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്യാമ്പിനിടെ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. പരിക്കേറ്റ KSU പാറശാല നിയോജകമണ്ഡലം പ്രസിഡന്റായ സുജിത്ത്, നെടുമങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റായ അഭിജിത്ത് എന്നിവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടിയും വന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തർക്കങ്ങളെ തുടർന്നുണ്ടായ മുൻവൈരാഗ്യമാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു KSU നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ വന്ന വിശദീകരണം. അതേസമയം ഈ വിഷയത്തിൽ 4 പേർക്കെതിരെ അച്ചടക്ക നടപടിയും എടുത്തിരുന്നു. KSU പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന് വിമർശിച്ചുകൊണ്ടായിരുന്നു സസ്പെൻഷൻ. KSU സംസ്ഥാന കമ്മിറ്റിയിൽ ആകെ അഴിച്ചുപണി വേണമെന്ന ആവശ്യവും അതോടെ ശക്തമായിരുന്നു. എറണാകുളം ജില്ലാ സെക്രട്ടറിയായ ആഞ്ചലോ ജോർജ്, തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായ അൽ അമീൻ അഷ്റഫ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ജെറിൻ ആര്യനാട് തുടങ്ങിയവർക്കെതിരെയും നടപടിയെടുത്തിരുന്നു. സംഘർഷം ഉണ്ടാക്കിയതിനാണ് അൽ അമീൻ അഷ്റഫിനും ജെറിനുമെതിരെ നടപടി സ്വീകരിച്ചത്. പക്ഷേ സുധാകര പക്ഷത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ 4 പേരെ മാത്രം കുറ്റക്കാരാക്കി ചിത്രീകരിച്ച് ഒരു അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങിയത് എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലൂടെ വിമർശനാത്മകമായ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് സസ്പെൻഷനിലായ അനന്തകൃഷ്ണൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പഠന ക്യാമ്പ് നടത്തിപ്പിലുണ്ടായ വീഴ്ച മറയ്ക്കാനും അലോഷ്യസ് സേവ്യറിന്റെ ക്രമക്കേടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതിലുമുള്ള പ്രതികാര നടപടിയാണ് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തതെന്നായിരുന്നു അനന്തകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ ആരോപിച്ചത്. അതേസമയം KSUവിൽ പുതിയ ജില്ലാ ഭാരവാഹികൾ വന്ന ശേഷമുള്ള തർക്കങ്ങളാണ് തല്ലിലേക്ക് എത്തിച്ചതെന്നാണ് അന്വേഷണ കമ്മീഷന്റെ നിഗമനം. ഭാരവാഹികൾ തമ്മിലുള്ള തർക്കം തല്ലിത്തീർക്കാൻ ക്യാമ്പിന് മുൻപേ ആലോചന തുടങ്ങിയിരുന്നുവെന്നും ക്യാമ്പിന്റെ ആദ്യ ദിവസം തന്നെ ഇരുകൂട്ടരും തമ്മിൽ ഉരസലുണ്ടായിരുന്നുവെന്നും അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് 2ാം ദിവസം ഉണ്ടായതെന്നും കമ്മീഷൻ പറഞ്ഞിരുന്നു. എന്നാൽ നടപടി വന്നപ്പോൾ ഏകപക്ഷീയമായി പോയെന്നും പറയാനുള്ളതുപോലും കേൾക്കാതെയാണ് നടപടി ഉണ്ടായതെന്ന ആക്ഷേപവും ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു.